നെക്സ്റ്റ് നമ്മൾ കൺസണൻ്റ് വോവലിലേക്ക് പോവുകയാണ്. എന്താണ് ഈ കൺസണൻ്റ് വോവൽ? ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കി നോക്കൂ. ജോബ് ഈസിലി എന്നൊരു വാക്കിൻ്റെ കൂട്ടം. ജോബ് ഈസിലി ഒരാൾ പറയാണ് യു ക്യാൻ ഡു ദ ജോബ് ഈസിലി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് അർത്ഥം. യു ക്യാൻ ഡു ദ ജോബ് ഈസിലി, യു ക്യാൻ ഡു ദ ജോബ് ഈസിലി. ജോബ് ഈസിലി എന്നുള്ളത് ജോബ് ഈസിലിയാണ്. എങ്ങനെയാണ് അത് വന്ന്? ജോബ് ഈസിലി എന്ന രണ്ട് വാക്കുകൾക്കിടയിലെ ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ ബി ഇ എന്നീ രണ്ട് അക്ഷരങ്ങളാണ് വന്നിട്ടുള്ളത്. ബി കൺസണൻ്റ് ആണ്, ഈ വോവലാണ്. ഇവിടെ എന്ത് ചേഞ്ചാണ് നമ്മൾ വരുത്തുന്നത്? ഈ കൺസണൻറ്റിനെ മൊത്തത്തിൽ വോവലിൻ്റെ കൂടെ ചേർക്കുന്നു. ജോബ് ഈസിലി എന്നുള്ളത് ജോ ബീസിലി എന്നാക്കി മാറ്റും. കട്ട് ഈവൻ, ടി ഇ എന്നീ രണ്ട് അക്ഷരങ്ങളാണ് ആ ജംഗ്ഷനിൽ വന്നത്. ടി കൺസണൻ്റ് ആണ്, ഈ വോവലാണ്. നമ്മൾ ആ ടീനെ ഈയുടെ കൂടെ കൂട്ടുന്നു. കട്ട് ഈവൻ, കട്ട് ഈവൻ എന്നാക്കി മാറ്റുന്നു. യൂസ് ഈച്ച്, ഈക്ക് അവിടെ ഇ ആണ് വരുന്നത്, പക്ഷേ ഈക്ക് അവിടെ ഉച്ചാരണമല്ല, സ് എന്നാണ് ഉച്ചാരണം. സ് കൺസണൻ്റ് ആണ്, ഈ വോവലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ഈച്ച് കൺസണൻ്റ് വോവലായി പരിഗണിക്കുന്നു. സ് അപ്പുറത്തേക്ക് പോകുന്നു, യൂസ് ഈച്ച് എന്നായി മാറുന്നു. വിത്ത് ഈച്ച്, ത് അവിടെ എച്ച് ആണ് ഉള്ളത്, എച്ച് ഇ ആണ്, പക്ഷേ എച്ച് കൺസണൻ്റ് അവിടെ ശബ്ദമില്ല, ത് എന്നാണ് ശബ്ദം. അപ്പോൾ ത് ഇ എന്നായി മാറുന്നു. അപ്പോൾ വിത്ത് ഈച്ച് എന്നുള്ളത് കനം കുറച്ച് വിതീച്ച്. അപ്പോൾ കൺസണൻ്റ് വോവൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസണൻറ്റിനെ മൊത്തത്തിൽ വോവലുമായി ചേർത്ത് പറയുന്നു. നേരത്തെ നമ്മൾ കൺസണൻ്റ് കനം കുറച്ചാണ് പറഞ്ഞെങ്കിൽ ഇവിടെ കൺസണൻറ്റിനെ മൊത്തത്തിൽ വോവലിൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. ഏത് കൺസണൻ്റ് വോവലാണെങ്കിൽ. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. കൺസണൻ്റ് എന്താണെന്ന് പഠിച്ചു, കൺസണൻ്റ് വോവൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിച്ചു. ഇതിൻ്റെ പേജ് നമ്പർ 11 മുതൽ 12 വരെ കൺസണൻ്റ് വോവലായി വരുന്ന കുറേ വാക്കുകളുടെ കൂട്ടം പുസ്തകത്തിലുണ്ട്. അത് നിങ്ങൾ ഇതേപോലെ തന്നെ 3 പ്രാവശ്യം നിങ്ങൾ പറ്റുമേൽ കണ്ണാടിയിൽ നോക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കുക. അർത്ഥവും മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ കഴിയും. ഇതാണ് കൺസണൻ്റ് വോവലിൻ്റെ സ്ഥിതി. ഇനി നമ്മൾ കൺസണൻ്റ് വോവൽ കഴിഞ്ഞു, ഇനി അടുത്ത് വോവലാണ്. വോവലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐക്ക് 5 ശബ്ദം, മലയാളത്തിലുള്ള ശബ്ദം ഇംഗ്ലീഷിലും വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസി എന്ന് പറയുമ്പോൾ ഇ എന്ന ഉച്ചാരണമാണ് അവിടെ വരുന്നത്. ബിസി എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വൈ ആണ് വരിക, പക്ഷെ അവിടെ അക്ഷരമല്ല, ഉച്ചാരണമാണ് നമ്മൾ നോക്കേണ്ടത്. ബിസിനെ കൺസണൻ്റായിട്ടല്ല അവിടെ വൈനെ പരിഗണിക്കേണ്ടത്, ആ ഉച്ചാരണം ഇ ആയതുകൊണ്ട് ഐ ആയിട്ട് പരിഗണിക്കുന്നു. ഫ്രീ ഇ എന്ന ഉച്ചാരണം വരുന്നു, ഈ. ബോയ് ഓയ് എന്ന ഉച്ചാരണം. ദെൻ ക്രൈ ഐരാവതത്തിലെ ഐ വരുന്നു. ദെൻ വെയ് ഏയ്. അപ്പോൾ ഈ ഓയ് ഐ ഏയ് ഇങ്ങനെ 5 ഉച്ചാരണം ഐക്ക് വരുന്നു. അപ്പോൾ അതിനെ ഐ അല്ലെങ്കിൽ ഇ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി അതിൻ്റെ ഉദാഹരണം നോക്കാം. ക്യാരി ഈച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, അവിടെ വൈ ആണ്, ഇപ്പുറത്ത് ഇ ആണ്. വൈ ഇ എന്നീ 2 അക്ഷരങ്ങൾ വോവലാണ്. പക്ഷേ വൈയുടെ ശബ്ദം അവിടെ ഇ എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഇ ഐ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ക്യാരി ഈച്ച് ചൈൽഡ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് അർത്ഥം. അവിടെ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തുന്നത്? ക്യാരി ഈച്ച് എന്ന് പറയുന്നതിന് പകരം ക്യാരി ഈച്ച്. ഇനി അതേപോലെ ഷീ ഈറ്റ്സ്, രണ്ടും ഇ ആണ്. ഷീ ഈറ്റ്സ് നിർത്തേണ്ടി വരുന്നു. ഷീ ഈറ്റ്സ് ഒരു ചെറിയ വൈ നമ്മളവിടെ സങ്കല്പിച്ച് സംസാരിക്കുന്നു. ഒരിക്കലും എഴുതുന്നിടത്ത് മാറ്റരുത്. വീണ്ടും ശ്രദ്ധിക്കുക, എഴുത്ത് മാറ്റരുത്. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വൈ അവിടെ ചേർത്ത് സംസാരിക്കുന്നു. ക്യാരി ഈച്ച് എന്ന് പറയുന്നതിനും ക്യാരി ഈച്ച്. ഷീ ഈറ്റ്സ് എന്ന് പറയുമ്പോൾ ഷീ ഈറ്റ്സ്. ബി ഔട്ട്സൈഡ്. ഇതിനെക്കുറിച്ച് പേജ് 12 ഇത്തരം വാക്കുകൾ വോവൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കുറേ വാക്കുകളുടെ കൂട്ടങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായി വായിക്കുക. ഇനി അതേപോലെ തന്നെയാണ് ഓയും യുവും. നമ്മൾ വോവൽസിനെ എടുക്കുമ്പോൾ ഇ ഐ ഒരുമിച്ചെടുത്തു. ഇനി OU. എഗോ ഓ എന്ന ശബ്ദമാണ്. ഓ എന്ന ശബ്ദമാണ്. ഫ്ലോ W ആണ് അവിടെ, പക്ഷെ ഓ എന്നുള്ള
ഓ എന്നുള്ളൊരു ഉച്ചാരണമാണ് അവിടെ വരുന്നത്. അപ്പോൾ അക്ഷരമല്ല നോക്കേണ്ടത്, ഉച്ചാരണമാണ് നോക്കേണ്ടത്. കൗ, ഔ എന്ന ശബ്ദമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഡബ്ല്യു ആണ്, പക്ഷേ നമ്മൾ ഉച്ചാരണമാണ് നോക്കേണ്ടത്. ട്രൂ, ഇ ആണ് അവിടെ എഴുതിയിട്ടുള്ളത്, പക്ഷേ ഉച്ചാരണം യു ആണ്. അപ്പോൾ അത് യു ആയിട്ട് പരിഗണിക്കണം. ഫ്യൂ എഴുതിയിട്ടുള്ള ഡബ്ല്യു ആണ്, പക്ഷേ യു എന്നാണ് വരുന്നത്. അപ്പോൾ അത് യു ആയിട്ട് പരിഗണിക്കണം. യുയും ഓയും വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്ത് ചേഞ്ചാണ് വരുത്തുന്നത് നോക്കൂ. സോ ഈച്ച്, സോ ഈച്ച് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിർത്തൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഓ ഇ ആണ്. എന്ത് മാറ്റമാണ് അവിടെ വരുത്തുന്നത്? സോ വീച്ച്, ഒരു വ നമ്മൾ സങ്കല്പിച്ച് അവിടെ ചേർക്കുന്നു. നേരത്തെ വൈ ചേർത്ത പോലെ സോ വീച്ച്. ത്രോ ഈച്ച്, ഓ എന്നാണ് ശബ്ദം വരുന്നത്, പക്ഷെ അവിടെ ഡബ്ല്യു ആണ്. ആ അക്ഷരമല്ല നോക്കേണ്ടത്, ഇപ്പുറത്ത് ഇ ആണ്. ത്രോ ഈച്ച്, ത്രോ വീച്ച്, ഒരു വാ നമ്മളവിടെ ചേർക്കും. ത്രോ വീച്ച്. ഇതിൻ്റെ എക്സാമ്പിൾസ് പേജ് നമ്പർ 13 വളരെ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മുഴുവൻ വായിക്കണം. അപ്പോൾ ഇ ഐ നമ്മൾ സംസാരിച്ചു, ഒ യു സംസാരിച്ചു. വോവലിൽ എ ഇ ഐ ഒ യു ആണുള്ളത്. ഇനി എ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി അതിൽ എ ആണ് ബാലൻസ് ഉള്ളത്. ഇപ്പോൾ ഇന്ത്യ ആൻഡ് എ ആണ്. അതെങ്ങനെ പറയണ്ടേ? ഇന്ത്യ ആൻഡ്, ഒന്നും ചെയ്യണ്ട, ഇന്ത്യ ആൻഡ് അങ്ങനെ നീട്ടി പറഞ്ഞാൽ മതി. ഇന്ത്യ ആൻഡ്. എക്സ്ട്രാ ഐറ്റം എ ഐ ആണ്, വോവലാണ്, എ ആണ്. എക്സ്ട്രാ ഐറ്റം അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിളും 13ാമത്തെ പേജിലുണ്ട്, അത് വായിക്കുക. ഇപ്പോൾ നമ്മൾ കൺസണൻ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. കൺസണൻ്റ് വോവൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. വോവൽ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഞാൻ ഒന്നും കൂടി പറയാണ്. കൺസണൻ്റ് വരുമ്പോൾ ആദ്യത്തെ വാക്കിൽ അവസാനത്തെ അക്ഷരത്തിൻ്റെ കനം കുറച്ച് രണ്ടാമത്തെ വാക്കിലേക്ക് ഇവിടെ ചേർത്ത് പറയുക. പാച്ച, കാസ, ഷ, ഫ എന്നിവയ്ക്ക് ശേഷം ഇ ഡി വരുമ്പോൾ അത് ഇട് എന്ന് പറയുന്നതിന് പകരം ടി ആക്കി മാറ്റുക. ബ, ഗ എന്നിവയ്ക്ക് ശേഷം ഇ ഡി വരുമ്പോൾ അത് ബിഡ് എന്ന് പറയുന്നതിന് പകരം ഡിഗ് എന്നാക്കി മാറ്റുക. ടാ, ഡ എന്നിവയ്ക്ക് ശേഷം ഇ ഡി വരുമ്പോൾ ഡഡ് എന്ന് പറയുന്നതിന് പകരം ടിഡ് എന്ന് ആക്കി മാറ്റുക. ഇതായിരുന്നു കൺസണൻ്റിൽ നമ്മൾ പഠിച്ചത്. ഇനി കൺസണൻ്റ് വോവലാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ആദ്യത്തെ വാക്കിൽ അവസാനത്തെ കൺസണൻറ്റിനെ മൊത്തമായി രണ്ടാമത്തെ വാക്കിലെ വോവലുമായി ചേർത്ത് വായിക്കുക. അത് നമ്മൾ മനസ്സിലാക്കി. 3 വോവൽ വരുമ്പോൾ എന്താണ് ചെയ്യുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വോവലുകൾ 5 എണ്ണമാണ്. എ ഇ ഐ ഒ യു ആണ്. ഇ എയും ഐ എയും നമ്മൾ ഒരുമിച്ച് പഠിച്ചു. ഓനെയും യുവിനെയും ഒരുമിച്ച് പഠിച്ചു. ഏനെ സെപ്പറേറ്റ് പഠിച്ചു. ഈ ഐ വരുമ്പോൾ നമ്മൾ അവിടെ ഒരു വൈ സങ്കല്പിച്ച് ചേർക്കുന്നു. ക്യാരി ഈച്ച് എന്നാക്കുന്നു. ബറേറ്റ് എന്നാക്കുന്നു. ഓ യു വരുന്ന സമയത്ത് നമ്മളൊരു ഡബ്ല്യു ഇമാജിനറി ചേർക്കുന്നു. സോ വീച്ച് എന്നാക്കി മാറ്റുന്നു. ത്രോ വിറ്റ് എന്നാക്കി മാറ്റുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അവിടെ മനസ്സിലാക്കാനുള്ളത് എ വരുമ്പോൾ ഇന്ത്യ ആൻഡ് എന്നും എക്സ്ട്രാ ഐറ്റം എന്നും പറഞ്ഞ് മാറ്റേണ്ടതും നമ്മൾ മനസ്സിലാക്കി. ഇനി വോവൽ കൺസണൻ്റ് വരുമ്പോൾ ഇപ്പോൾ ഗോ ടു, ഒ ടി, ഷീ കേവ്, ഇ സി. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നോക്കൂ, സംസാരിക്കുമ്പോൾ നോക്കൂ, ഗോ ടു ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ വോവൽ കൺസണൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊരു മാറ്റവും വരുത്തേണ്ടതില്ല. അവിടെ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ വായിച്ചാൽ മതി. ഇതിൻ്റെ എക്സാമ്പിൾസ് 14ാമത്തെ പേജിലുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രീം മേക്കിംഗ് ടെക്നിക്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ പീപ്പിൾ ആർ എഫ്രെയ്ഡ് ഓഫ് ആനിമൽസ്. ഇംഗ്ലീഷ് അറിയാത്തവൻ അങ്ങനെ വായിക്കാം, പീപ്പിൾ ആർ എഫ്രെയ്ഡ് ഓഫ് ആനിമൽസ്. എന്നാൽ ഇംഗ്ലീഷ് അറിയുന്നവൻ അങ്ങനെയല്ല വായിക്കുക, പീപ്പിൾ ആർ അഫ്രെയ്ഡ് ഓഫ് ആനിമൽസ്. ഒറ്റ വാക്കായിട്ടാണ് വായിക്കുക. ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ ടെക്നിക്സിലേക്ക് വന്നത്. അപ്പോൾ പീപ്പിൾ ആർ എഫ്രെയ്ഡ് ഓഫ് ആനിമൽസ്. എങ്ങനെ പീപ്പിൾ ആർ അഫ്രെയ്ഡ് ഓഫ് ആനിമൽസ് ആയി നോക്കൂ. പീപ്പിൾ ആർ, ആ ജംഗ്ഷനിൽ ഇ ആണ് ഉച്ചാരണമെങ്കിൽ, ഇ ആണ് അവിടെ എഴുതിയിട്ടുള്ളതെങ്കിലും ഇ എ വേർഡ് ജംഗ്ഷനിലുള്ള അക്ഷരങ്ങൾ, പക്ഷേ ഈക്ക് ഉച്ചാരണമില്ല. പീപ്പിൾ ആ, അതാണ് അവിടുത്തെ ജംഗ്ഷനിലെ 2 ശബ്ദങ്ങൾ. ഇപ്പോൾ കൺസണൻ്റ് ആണ്, എ വോവലാണ്. കൺസണൻ്റ് എ വോവൽ നമ്മൾ പഠിച്ചു. കൺസണൻ്റ് വോവലാകുമ്പോൾ കൺസണൻറ്റിനെ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ പീപ്പിൾ
ആ എന്നുള്ളത് പീപ്പിൾ ആ എന്നായി. ഇനി 6 എഫ്രൈഡ്, ഈ ആണ് എ ആണ്, ഈ അവിടെ ശബ്ദമില്ല. 6 റ് എന്നാണ് ശബ്ദം, എ റ് എ. വീണ്ടും കൺസണൻ്റ് വോവലാണ്. നമ്മൾ ആ റിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, റാ പീപ്പിള റാ. ഇനി എഫ്രൈഡ് ഓഫ്, ഡി ഒ ആണ്, ഡി കൺസണൻ്റ് ആണ്, ഓ വോവലാണ്. ഡോനെ അങ്ങോട്ട് കൊണ്ടുപോയി, ഡോ പീപ്പിള റഫ്രൈഡോ. ഇനി ഓഫ് ആനിമൽസ്, എഫ് കൺസണൻ്റ് ആണ്, ആനിമൽസ് വോവലാണ്. എഫിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ആനിമൽസ് എന്നുള്ളത് ഫാനിമൽസ് ആയി. പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ആനിമൽസ്. ഒരു പാട്ട് പാടുന്ന പോലെ നമുക്ക് ഈ ടെക്നിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാം. ഒന്നുകൂടി ശ്രദ്ധിക്കുക, പീപ്പിൾ ആർ അഫ്രൈഡ് ഓഫ് ആനിമൽസ്. ഇനി അതുപോലെ തന്നെ മൈ ബാക്ക് ഏക്ക്ഡ്. നോക്കൂ, മൈ ബാക്ക്, ഐ ബി കൺസണൻ്റ് വോവലാണ്. കൺസണൻ്റ് വോവലിൽ മാറ്റം വേണ്ട. മൈ ബാക്ക്, ബാക്ക് ഏക്ക്ഡ്, ക്ക് കൺസണൻ്റ് ആണ്, എ വോവലാണ്, കിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്, എയ്ക്ക്ഡ് കിട് ഇല്ല നമുക്ക്. ച് എന്നാണ് അവിടെ, സി എച്ച് ആണ്, പക്ഷെ കാണ് ഉച്ചാരണം. കിട് കിട് എന്തായി, ച്. മൈ ബാക്ക് ഏക്ക്ഡ് എന്നുള്ളത് മൈ ബാക്ക് ഏക്റ്റ്, മൈ ബാക്ക് ഏക്റ്റ്. കിടൊന്നും നമ്മൾ പറയില്ല, മൈ ബാക്ക് ഏക്റ്റ്. ദ റിവർ റോസ്, അടുത്ത വാചകം, ദ റിവർ റോസ്, ദ റിവർ, അപ്പുറത്തേക്ക് പോയി, ദ റിവർ റോസ്. അടുത്ത് നോക്കൂ, ഹീ സ്മൈൽഡ്, ഇ എസ് വോവൽ കൺസണൻ്റ് ആണ്, ചേഞ്ച് ആവശ്യമില്ല, ഹീ സ്മൈൽഡ്. അടുത്തത് നോക്കൂ, ഹി എഗ്രീഡ്, ഇ എ വോവൽ വോവൽ, ഈ ഉച്ചാരണമാണ് നമ്മൾ പഠിച്ചു. ഒരു വൈ നമ്മൾ ചേർക്കുന്നു. ഹി എഗ്രീഡ് എന്ന് പറയുന്നതിന് പകരം ഹി അഗ്രീഡ്, ഹി അഗ്രീഡ്. ഷീ ഗോട്ട് അപ്പ്, ഷീ ഗോട്ട് വോവൽ കൺസണൻ്റ് ആണ്, ചേഞ്ച് ആവശ്യമില്ല, ഷീ ഗോട്ട്. പക്ഷെ ഗോട്ട് അപ്പ്, ടി യു കൺസണൻ്റ് വോവലാണ്, കൺസണൻ്റ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, ട, ഷീ ഗോട്ട് അപ്പ്, ഷീ ഗോട്ട് അപ്പ്. ഇങ്ങനെ കുറേ വാക്കുകളുടെ കൂട്ടങ്ങൾ 14ാമത്തെ പേജിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ലെസൺ സബ്ജക്ട്സ് ആൻഡ് പ്രൊനൗൺസ് ആണ്. എന്താണ് ഈ സബ്ജക്ട്സ്, എന്താണ് പ്രൊനൗൺസ് സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണമൊന്നും നമുക്ക് അറിയാത്തതാണ് പലപ്പോഴും പ്രോബ്ലം ആവുന്നത്. എല്ലാവരെയും എന്ന് ഞാൻ പറയുന്നില്ല. സബ്ജക്ട്സ് ചിലയിടത്ത് വിഷയമെന്ന് പറയും, ചിലയിടത്ത് കർത്താവ് എന്ന് പറയും. ഇതൊരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഇടയിൽ, നമ്മുടെയൊക്കെ ഇടയിൽ ഇപ്പോഴും ഉണ്ടാവാം. സംസാരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ഗ്രാമറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സബ്ജക്ട്സ് കർത്താവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ കർത്താവ് എന്ന് പറയുന്നത്. സബ്ജക്ട്സ് നമ്മൾ സംസാരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 10 പഠിക്കുന്നതാണ് നല്ലത്. ആ 10 അർത്ഥവും വ്യക്തമായി പഠിക്കുക. അപ്പോൾ ഏതൊക്കെയാണ് സബ്ജക്ട്സ്, കർത്താക്കന്മാർ ആരൊക്കെയാണ്? ഐ, യു, വി, ദേ, പ്ലൂറൽസ്. ഹി, ഷീ, ഇറ്റ്, സിംഗുലർ, നൗൺ. ഇനി നമ്മളിതിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഐ എന്നതിന് എല്ലാവർക്കും അറിയുന്ന അർത്ഥം ഞാൻ. പക്ഷെ എനിക്ക് എന്ന് പറയണം, അതിനും ഐ തന്നെയാണ്. അപ്പോൾ ഐക്ക് 2 അർത്ഥമുണ്ട്. ഞാൻ, ഐ ആം എ സൈക്കോളജിസ്റ്റ്, ഐ ഹാവ് എ ഫാമിലി. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, എനിക്കൊരു കുടുംബമുണ്ട്. അപ്പോൾ ഐക്ക് 2 അർത്ഥമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ യു, യുവിന് 6 അർത്ഥങ്ങളുണ്ട്. നീ, നിനക്ക്, നിങ്ങൾ, നിങ്ങൾക്ക്, നിന്നെ, നിങ്ങളെ. യു ആർ എ ബോയ്, നീ ഒരു ആൺകുട്ടിയാണ്. യു ഹാവ് എ വൈഫ്, നിനക്കൊരു ഭാര്യയുണ്ട്. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവിടെ നിന്നെയായി. ഐ ലവ് യു ഓൾ, ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അവിടെ നിങ്ങളെയായി. അപ്പോൾ നീ, നിനക്ക്, നിന്നെ, നിങ്ങളെ, നീ, നിങ്ങൾ. 6 അർത്ഥങ്ങൾ. നീ, നിങ്ങൾ,
നിന്നെ, നിങ്ങളെ, നിനക്ക്, നിങ്ങൾക്ക്, ഇങ്ങനെ 6 അർത്ഥം യുവിനുണ്ട്. അടുത്തത് വി ആണ്. വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ, ഞങ്ങൾക്ക്, നമ്മൾ, നമുക്ക്. വി ആർ ഫ്രണ്ട്സ്, നമ്മൾ സുഹൃത്തുക്കളാണ്. വി ഹാവ് ബിസിനസ്, നമുക്ക് ബിസിനസ് ഉണ്ട്. വി ഹാവ് എ ബിൽഡിംഗ്, ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട്. വി ആർ റിലേറ്റീവ്സ്, ഞങ്ങൾ കുടുംബക്കാരാണ്. അപ്പം ഞങ്ങൾ, ഞങ്ങൾക്ക്, നമ്മൾ, നമുക്ക്. വി ആണ് യൂസ് ചെയ്യുന്നത്. ദേ, അവർ, അവർക്ക്, അവ, അവയ്ക്ക്. ഇതിന് ദേ ആണ് പറയാം. ദേ ആർ ഫ്രണ്ട്സ്, അവർ സുഹൃത്തുക്കളാണ്. ദേ ഹാവ് ബിസിനസ്, അവർക്ക് ബിസിനസ് ഉണ്ട്. ദേ ആർ ആനിമൽസ്, അവർ മൃഗങ്ങളാണ്. ദേ ഹാവ് ഇൻ്റലിജൻസ്, അവയ്ക്ക് ബുദ്ധിയുണ്ട്. ഐ, യു, വി, ദേ ആയി. ഇനി പ്ലൂറൽസിനെ ഈ സബ്ജക്ട്സിലേക്ക് ചേർക്കുകയാണ്. എന്തിനാണ്? നമുക്ക് സംസാരിക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലൂറൽസ് എന്നതിൻ്റെ അർത്ഥം ബഹുവചനങ്ങൾ എന്നാണ്, ഒന്നിൽ കൂടുതലുള്ളത്. ബോയ്സ്, ഗേൾസ്, ടീച്ചേഴ്സ്, ആൻസ്, എലിഫൻസ്, ഇതൊക്കെ പ്ലൂറലാണ്, ബഹുവചനങ്ങളാണ്. അപ്പോൾ ഐ, യു, വി, ദേ പ്ലൂറൽ, ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് സബ്ജക്റ്റായിട്ട് പഠിക്കാം. ഇനി അതേപോലെ തന്നെ ഹി, ഷീ, ഇറ്റ്, സിംഗുലർ നൗൺ, അത് നമുക്ക് വേറൊരു ഗ്രൂപ്പായിട്ട് പഠിക്കാം. ഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ, അവന്, അദ്ദേഹം, അദ്ദേഹത്തിന്. ഹീസ് എ ഡോക്ടർ, അവനൊരു ഡോക്ടറാണ്. ഹി ഹാസ് എ കാർ, അവനൊരു കാറുണ്ട്. ഹീസ് ദ മിനിസ്റ്റർ, അദ്ദേഹം മന്ത്രിയാണ്. ഹി ഹാസ് എൻ ഓഫീസ്, അദ്ദേഹത്തിനൊരു ഓഫീസുണ്ട്. ഷീ, അവൾ, അവൾക്ക്, അവൾ, അവൾക്ക്, ഷീ. ഷീ ഈസ് മൈ സിസ്റ്റർ, അവൾ എൻ്റെ സഹോദരിയാണ്. ഷീ ഹാസ് ജോബ്, അവൾക്ക് ജോബുണ്ട്. ഇറ്റ്, പലപ്പോഴും ഇറ്റ് വലിയൊരു കൺഫ്യൂഷനാണ്. ഇറ്റ്, അത്, ഇത്, ഒന്നുമില്ലാത്തത്, ലോക്കൽ ഗാർഡിയനായിട്ട് വരുന്നതാണ് ഇറ്റ്. ഉദാഹരണത്തിന് മഴ പെയ്യുന്നു. മലയാളിക്കത് ഇംഗ്ലീഷിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. മഴ എന്നാണ് അവൻ്റെ മനസ്സിൽ വരിക. മഴ പെയ്യുന്നു എന്ന് പറയാൻ ഇറ്റ് റെയിൻസ്. ഇറ്റ് അവിടെ ലോക്കൽ ഗാർഡിയനായിട്ട് വരുന്നതാണ്. വർക്ക് ചെയ്യുന്നു, ഇറ്റ് വർക്സ്. ഓടുന്നു, ഇറ്റ് റൺസ്. കരയുന്നു, ഇറ്റ് ക്രൈസ്. അവിടെ ഇറ്റിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. അത് സബ്ജക്റ്റ് ഇല്ലാത്ത സ്ഥാനത്ത് സബ്ജക്റ്റായിട്ട് വരുന്നതാണ് ഇറ്റ്. എന്നാൽ ഇറ്റ് ക്രൈസ്, അത് കരയുന്നു എന്നും പറയാം, അല്ലെ ഇത് കരയുന്നു എന്നും പറയാം. അത്, ഇത്, ഒന്നുമില്ലാത്തത്, അതാണ് ഇറ്റ്. സിംഗുലർ, ഏകവചനം. ടീച്ചർ, ബോയ്, ഗേൾ, അനിമൽ, ഏകവചനം സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ. ബോയ് ഈസ് എ ലീഡർ, ആൺകുട്ടി നേതാവാണ്. ആൻറ്റ് ഈസ് ആൻ ഇൻസെക്റ്റ്, ഉറുമ്പൊരു പ്രാണിയാണ്. അപ്പോൾ സിംഗുലർ എന്ന് പറയുന്നത് ഏകവചനം. ദെൻ നൗൺ എന്ന് പറഞ്ഞ വിശാല അർത്ഥത്തിൽ കുറേ ഉണ്ട്. ഞാനിവിടെ മനസ്സിലാകാൻ വേണ്ടി നൗണിനെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവന്നു. അതായത് ഒരാളുടെയോ ഒരു സംഘടനയുടെയോ ഒരു പ്രദേശത്തിൻ്റെയോ ഒക്കെ പേര്. ഹുസൈൻ ഈസ് എ സൈക്കോളജിസ്റ്റ്, ഹുസൈൻ ഒരു സൈക്കോളജിസ്റ്റാണ്. ദെൻ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെയോ ഒരു വ്യക്തിയുടെയോ ഒക്കെ പേരിനെ നമ്മൾ നൗൺ എന്ന രീതിയിൽ ഇവിടെ കാണുന്നു. അപ്പോൾ 10 സബ്ജക്ട്സ്, ഐ, യു, വി, ദേ പ്ലൂറൽ, ഹീ, ഷീറ്റ്, സിംഗുലർ നൗൺ. ഇതറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ പ്രൊനൗൺസ് അറിയണം. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? സർവനാമങ്ങൾ എന്നാണ്. സർവനാമങ്ങൾ 6 എണ്ണമാണ്. പേഴ്സണൽ പ്രൊനൗൺസ്, പൊസസീവ് പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്, റെസിപ്രോക്കൽ പ്രൊനൗൺസ്, റിലേറ്റീവ് പ്രൊനൗൺസ്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. പേഴ്സണൽ പ്രൊനൗൺസ്, വ്യക്തിപരമായ പ്രൊനൗൺസ് അല്ലെങ്കിൽ സർവനാമങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ എന്ന് പറഞ്ഞു, അതിനായി പറഞ്ഞു.
എന്നെ എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം? നീ, എന്നെ. അതേപോലെ തന്നെ നിന്നെ എന്ന് പറയാൻ നമ്മൾ പഠിച്ചു, യു. അവനെ, അദ്ദേഹത്തെ എന്ന് പറയാൻ ഹിം. അവളെ, ഹർ. ഞങ്ങളെ, നമ്മളെ, അസ്. അവരെ, അവയെ, ദം. ഇതിനെയാണ് നമ്മൾ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയാം. അപ്പം നമ്മൾ ആ സബ്ജക്ട്സിൽ നോക്കിയാൽ മതി. ഐ, ഞാൻ, എന്നെ എന്ന് പറയാൻ മീ. യു, നീ, നിങ്ങൾ, നിന്നെ, നിങ്ങളെ എന്ന് പറയാൻ യു. ഞങ്ങൾ, നമ്മൾ, വി. ഞങ്ങളെ, നമ്മളെ എന്ന് പറയാൻ ഹസ്. അവർ, അവർ, അവ, അവരെ എന്ന് പറയാൻ ദം. അവയെ എന്ന് പറയാൻ ദം. അവൻ, അദ്ദേഹം എന്ന് പറയാൻ ഹി. അവനെ, അദ്ദേഹത്തെ എന്ന് പറയാൻ ഹിം. അവൾ എന്ന് പറയാൻ ഷീ. അവളെ എന്ന് പറയാൻ ഹർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പേഴ്സണൽ പ്രൊനൗൺസ് കഴിഞ്ഞാൽ പൊസസീവ് പ്രൊനൗൺസ്, കൈവശമുള്ള പ്രൊനൗൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൈവശമുള്ള സർവനാമങ്ങൾ അതേതൊക്കെയാണ്? മൈൻ, എൻ്റേത്. ഇറ്റ് ഈസ് മൈൻ, ഇത് എൻ്റേതാണ്. ഷീസ് മൈൻ, അവൾ എൻ്റേതാണ്. എൻ്റേത് എന്ന് പറയാൻ. യുവേഴ്സ്, ഇറ്റ് ഈസ് യുവേഴ്സ്, ഇത് എൻ്റേതാണ്. ഇത് നിങ്ങളുടേതാണ്. ഇറ്റ് ഈസ് യുവേഴ്സ്. ഹിസ്, അവൻ്റെ, അദ്ദേഹത്തിൻ്റെ. ഇറ്റ് ഈസ് ഹിസ് വൈഫ്, ഇത് അവൻ്റെ ഭാര്യയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഹേഴ്സ്, അവളുടെ, ഇത് അവളുടേതാണ്. ദയേഴ്സ്, അവരുടേത്. അവേഴ്സ്, നമ്മുടേത്. എന്നാൽ ഇതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ എന്ന് പറയാൻ മൈ, നിൻ്റെ, നിങ്ങളുടെ എന്ന് പറയാൻ യുവർ, ഞങ്ങളുടെ എന്ന് പറയാൻ അവർ, നമ്മുടെ എന്ന് പറയാൻ അവർ, അവരുടെ, അവയുടെ എന്ന് പറയാൻ ദയർ, അവൻ്റെ, അദ്ദേഹത്തിൻ്റെ എന്ന് പറയാൻ ഹിസ്, അവളുടെ എന്ന് പറയാൻ ഹർ. ഒന്നുകൂടി മനസ്സിലാക്കുക. ഞാൻ, ഐ, എന്നെ, മീ, എൻ്റെ, മൈ, മൈൻ, എൻ്റേത്. നീ, നിങ്ങൾ, യു, നിന്നെ, നിങ്ങളെ, യു, നിൻ്റെ, യുവർ, നിങ്ങളുടെ, യുവർ, നിൻ്റേത്, നിങ്ങളുടേത്, യുവേഴ്സ്. വി, ഞങ്ങൾ, നമ്മൾ, അസ്, ഞങ്ങളെ, നമ്മളെ, അവർ, ഞങ്ങളുടെ, നമ്മുടെ, അവേഴ്സ്, ഞങ്ങളുടേത്, നമ്മുടേത്. ദേ, അവർ, ദേ, അവ, ദേർ, അവരുടെ, ദേർ, അവയുടെ, ദം, അവരെ, ദം, അവയെ, ദയേഴ്സ്, അവരുടേത്, ദയേഴ്സ്, അവയുടേത്. ഹി, അവൻ, ഹി, അദ്ദേഹം, ഹിം, അവനെ, ഹിം, അദ്ദേഹത്തെ, ഹിസ്, അവൻ്റെ, ഹിസ്, അദ്ദേഹത്തിൻ്റെ, ഷീ, അവൾ, ഹർ, അവളുടെ, അവളെ എന്ന് പറയാനും ഹർ, അവളുടേത് എന്ന് പറയാൻ ഹേഴ്സ്. ഇതിനി തെറ്റരുത്. അപ്പോൾ പൊസസീവ് പ്രൊനൗൺസ്, കൈവശമുള്ള പ്രൊനൗൺസ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലിക്കുന്ന പ്രൊനൗൺസ്, പ്രതിഫലിക്കുന്ന സർവനാമങ്ങൾ. മൈസെൽഫ്, ഇറ്റ് ഈസ് മൈസെൽഫ്, ഇതെനിക്ക് സ്വന്തം. യുവർ സെൽഫ്, എൻ്റേത് സ്വന്തം. ഹിംസെൽഫ്, അവൻ്റേത്. ഇപ്പോൾ ഇറ്റ് ഓൺസ് മൈസെൽഫ്, ഇതെനിക്ക് സ്വന്തമാണ്. ഇറ്റ് ഓൺസ് യുവർ സെൽഫ്, ഇത് നിനക്ക് സ്വന്തമാണ്. ഹിംസെൽഫ്, ഇറ്റ് ഈസ് ഹി ഹിംസെൽഫ്, അത് അവൻ തന്നെയാണ്. ഹേഴ്സെൽഫ്, ഇറ്റ് ഈസ് ഷീ ഹേഴ്സെൽഫ്, അത് അവൾ തന്നെയാണ്. ഇറ്റ് ഈസ് അവർ സെൽഫ്, ഇത് ഞങ്ങളുടേത് തന്നെയാണ്. ഇറ്റ് ഈസ് ദംസെൽസ്, ഇത് അവരുടേതാണ്. ഇറ്റ് സെൽഫ്, അത് തന്നെ എന്ന് പറയാൻ ഇറ്റ് സെൽഫ്. വൺ സെൽഫ്, ഒരാൾക്ക് സ്വന്തം. അപ്പോൾ പ്രതിഫലിക്കുന്ന പ്രൊനൗൺസിനെയാണ് നമ്മൾ ഈ സെൽഫ് വെച്ച് പറയാം. ഇനി റെസിപ്രോക്കൽ പ്രൊനൗൺസ്. റെസിപ്രോക്കൽ പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള എന്നാണ് അർത്ഥം. റെസിപ്രോക്കൽ പ്രൊനൗൺസ് രണ്ടെണ്ണമാണ്. ഈച്ച് അതർ. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം. ദേ ലവ് ഈച്ച് അതർ, അവർ പരസ്പരം സ്നേഹിക്കുന്നു. ദേ മെയ്ഡ് ഈച്ച് അതർ കപ്പിൾ, അവർ പരസ്പര പൂരകങ്ങളായ കപ്പിൾസാണ്.
നല്ല മാച്ചാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഈച്ച് അതർ. ദെൻ വൺ അനദർ, ഒന്ന് മറ്റൊന്നിന്. ദേ മെറ്റ് വൺ അനദർ, അവരൊരാൾ മറ്റൊരാൾ കണ്ടു. അപ്പോൾ ഇതെന്താണ്? അല്ലെങ്കിൽ പരസ്പരമുള്ള സർവനാമങ്ങളായിട്ടാണ് ഈച്ച് അതറും വൺ അനദറും കാണുന്നത്. ഇനി റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധപ്പെട്ട. ആ പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ദാറ്റ്, വിച്ച്, ഹൂ, ഹൂസ്, ഹും, വേർ, വെൻ. എന്താ ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഐ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്, ഞാൻ ആ പ്രദേശം കണ്ടു. ഐ ബോട്ട് ദാറ്റ് പെൻ, ഞാൻ ആ പേന വാങ്ങി. ബന്ധപ്പെടുത്താണ് ആ പേന. വിച്ച് ഏത് എന്നതാണ്, അത് ബന്ധപ്പെടുത്തുകയാണ്. ദ പ്ലേസ്, ദ ബുക്ക് വിച്ച് ഐ റെഡ്, ഞാൻ വായിച്ചു. ആ ഏതാണോ ആ ബുക്ക് അത് ഞാൻ വായിച്ചു. ദ ബുക്ക് വിച്ച് ഐ റെഡ് വാസ് ഗുഡ്, ഞാൻ ആ വായിച്ച പുസ്തകം ഏതാണോ അത് നല്ലതായിരുന്നു. ദെൻ ഹൂ, ആര്. ദ പേഴ്സൺ ഹൂ സ്പീക്സ് ഈസ് ദ ലീഡർ, ആ സംസാരിക്കുന്ന വ്യക്തി ആരാണോ അയാളാണ് നേതാവ്. ഹൂ, ആര്, അത്. ഹൂസ്, ദ നെയിം യു മെൻഷൻ, ഹൂസ് ഹൗസ് ഈസ് ദിസ്, നീ പറഞ്ഞ സൂചിപ്പിച്ച അയാൾ ആരാണോ അയാളുടെ വീടാണിത്. ഹൂസ്, ആരുടെ എന്നുള്ളതാണ് അർത്ഥം. പക്ഷെ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ആരുടേതാണോ അത്. ദെൻ ഹും, ദ പേഴ്സൺ ഹും ഷുഡ് യു ആസ്ക്, നീ ഏത് വ്യക്തിയോടാണോ ചോദിക്കേണ്ടത് ആ വ്യക്തി. ദ പേഴ്സൺ ഹൂ ഷുഡ് യു ആസ്ക് ഈസ് ദാറ്റ് പേഴ്സൺ, നീ ആരോടാണോ ചോദിക്കേണ്ടത് ആ വ്യക്തിയാണിത്. വേർ, എവിടെ എന്നാണ് അർത്ഥം. ആ റിലേറ്റീവ് പ്രൊനൗണായിട്ട് പറയുമ്പോഴോ ദ പ്ലേസ് വേർ യു ഷുഡ് വിസിറ്റ്, നീ കാണേണ്ട സ്ഥലമാണത്. നീ കാണേണ്ട സ്ഥലം ഏതാണോ അതാണ് ആ സ്ഥലം. ദ പ്ലേസ് വേർ ഷുഡ് യു വിസിറ്റ്. ദെൻ വെൻ, ഐ മെറ്റ് യു വെൻ യു വെർ സ്റ്റാൻഡിങ് ദേർ, നീ അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ വെൻ എന്ന് ചോദ്യത്തിൽ വരുമ്പോൾ എപ്പോഴാണ്? നീ അവിടെ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ ഇതൊക്കെ റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ദാറ്റ്, വിച്ച്, ഹൂ, ഹൂസ്, ഹും, വേർ, വെൻ. ഇതിനെ നമ്മൾ പരസ്പര ബന്ധമുള്ള പ്രൊനൗൺസ് എന്ന് പറയുന്നു. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതരണം ചെയ്യുന്ന സർവനാമങ്ങൾ. ഏതൊക്കെയാണ് ഈ വിതരണം ചെയ്യുന്ന സർവനാമങ്ങൾ? എയ്തർ, ഈച്ച്, നെയ്തർ, എനി, നൺ, ദാറ്റ്, ദിസ്, ദീസ്, ദോസ്. എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് നോക്കാം. എയ്തർ, രണ്ടും. ബിരിയാണി ആണോ മീൽസ് ആണോ നിനക്കിഷ്ടം? ഐ ലൈക്ക് എയ്തർ, അല്ലെങ്കിൽ എയ്തർ വിൽ ഡു. രണ്ടും എനിക്കിഷ്ടമാണ്. രണ്ടും ആവാം. എയ്തർ വിൽ ഡു, രണ്ടും ആവാം എന്ന് പറയാൻ എയ്തർ വിൽ ഡു എന്നാണ് പറയാം. ഇനി അതേപോലെ ഈച്ച്, ഓരോന്നും. ഈച്ച് സ്റ്റെപ്പ് യു ഷുഡ് ബിവെയർ അബൌട്ട് ഈച്ച് സ്റ്റെപ്പ് യു ഷുഡ് വെൻ യു ടേക്ക്. ഓരോ സ്റ്റെപ്പും, ഓരോ എന്ന അർത്ഥത്തിനാണ് ഈച്ച് ഉപയോഗിക്കുന്നത്. നെയ്തർ ഈസ് ഗുഡ്, രണ്ടും നല്ലതല്ല. നെയ്തർ ഈസ് ബിഗ്, രണ്ടും വലുതല്ല. അല്ല എന്ന് പറയാൻ, രണ്ടുമല്ല എന്ന് പറയാൻ നെയ്തർ. എനി, എന്തെങ്കിലും. എനിത്തിങ് ഡു യു വാണ്ട് ടു ആസ്ക്, എന്തെങ്കിലും നിനക്ക് ചോദിക്കാനുണ്ടോ? ഡിഡ് യു ബൈ എനിത്തിങ്, നീ എന്തെങ്കിലും വാങ്ങിയോ? നൺ, ഒന്നുമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നൺ, ഒന്നുമില്ല. ദാറ്റ്, ഐ ബോട്ട് ദാറ്റ് ബുക്ക്, ഞാൻ ആ പുസ്തകം വാങ്ങി. ആ എന്ന് പറയാൻ. ദിസ്, ഐ ബോട്ട് ദിസ് ബുക്ക്, ഞാൻ ഈ പുസ്തകം വാങ്ങി. ഇത് എന്ന് പറയാൻ. ദീസ് ഗേൾസ് ആർ ബ്യൂട്ടിഫുൾ, ഈ പെൺകുട്ടികൾ സുന്ദരിമാരാണ്. ദീസ്, ഇവ, ഈ ആളുകൾ എന്ന അർത്ഥത്തിൽ. ദോസ് പിക്ചേഴ്സ് വെയർ ബ്യൂട്ടിഫുൾ, ആ പിക്ചറുകൾ, ആ ചിത്രങ്ങൾ മനോഹരങ്ങളായിരുന്നു. അവ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ആണ് എയ്തർ, എനി, ഈച്ച്, നെയ്തർ, നൺ, ദാറ്റ്, ദിസ്, ദീസ്, ദോസ്.